വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന ഫെബ്രുവരി മാസം നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്നാണ്. Converting volume integral into surface integral is done by using ഏത് തിയറം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ഗ്രീൻസ് തിയറം, അതുപോലെ തന്നെ സ്റ്റോക്സ് തിയറം, ഗോസ് ഡൈവർജൻസ് തിയറം ഉണ്ട്, ഗ്രേഡിയന്റ് തിയറം ഉണ്ട്, ഇഷ്ടംപോലെ തിയറംസ് നമ്മൾ പഠിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, സാമാന്യം ഓരോ തിയറവും എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, മിനിമം ഒരു 1 ലൈൻ സെന്റൻസ് അബൌട്ട് ദാറ്റ് തിയറം നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞു വെച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. മാത്തമാറ്റിക്കലി നമുക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്കൊരു 1 ലൈൻ നോട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇവിടെ ആൻസർ വരുന്നത് വോളിയം ഇന്റഗ്രലിനെ സർഫസ് ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ എന്താണ്, ഗോസ് ഡൈവേർജൻസ് തിയറം ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വിശദമായിട്ടൊന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചോണം. ഗോസ് ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത് എന്താണ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഇൻ വെക്ടർ കാൽക്കുലസ് ദാറ്റ് റിലേറ്റ്സ് ദ ഫ്ലക്സ് ഓഫ് എ വെക്ടർ ഫീൽഡ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് to the divergence of the field within the volume enclosed by that surface. Triple integral volume del dot f dv closed is equal to closed double integral surface area f dot n ds ആണ് അവിടുത്തെ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് വരുന്നത്. അത് നോട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ ഓരോ തിയറവും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് നോക്കാം. ഗ്രേഡിയന്റ് തിയറം ഫോർ ലൈൻ ഇന്റഗ്രൽ പറയുന്നത് എന്താണ്, ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഗ്രേഡിയന്റ് വെക്ടർ ഫീൽഡ് ടു ദി വാല്യൂ ഓഫ് ദ സ്കേലാർ ഫീൽഡ് അറ്റ് എൻഡ് പോയിന്റ് ഓഫ് ദ ഫാറ്റ് ആണ്. ഒന്നും കൂടെ പറയാം, എന്താണ് പറയുന്നത്, ലൈൻ ഇന്റഗ്രൽ ഓഫ് എ ഗ്രേഡിയന്റ് വെക്ടർ ഫീൽഡ് ടു ദ വാല്യൂ ഓഫ് ദ സ്കേലാർ ഫീൽഡ് അറ്റ് ദി എൻഡ് പോയിന്റ് ഓഫ് ദ പാത്ത് ആണ് ഗ്രേഡിയന്റ് തിയറം ഫോർ ലൈൻ ഇന്റഗ്രൽ പറയുന്നത്. ഇനി ഗ്രീൻസ് തിയറം നോക്കിക്കേ. ദിസ് ഈസ് എ 2D വേർഷൻ ഓഫ് ദ ഡൈവേർജൻസ് തിയറം ആണ്. അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2D വേർഷൻ ഓഫ് ദ ഡൈവേർജൻസ് തിയറം ആണ് ഗ്രീൻസ് തിയറം. ദാറ്റ് റിലേറ്റ്സ് എ ലൈൻ ഇന്റഗ്രൽ അറൌണ്ട് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ടു ദ ഡബിൾ ഇന്റഗ്രൽ ഓവർ എ പ്ലെയിൻ റീജിയൻ ആണ്. അപ്പം അവിടെ സിംഗിൾ ലൈൻ ഇന്റഗ്രൽ, ഡബിൾ ഇന്റഗ്രൽ ഒരു ക്ലോസ്ഡ് സർഫസിനെയാണ് അവിടെ റിലേറ്റ് ചെയ്യുന്നത്. ഇനി അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഇതിന്റെ അകത്ത് അതിന്റെ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ അതൊന്ന് കണ്ടുപിടിക്കണം, നോക്കണം. സ്റ്റോക്സ് തിയറം വരുന്നത്, ദിസ് തിയറം റിലേറ്റ്സ് എ സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ് ടു ലൈൻ ഇന്റഗ്രൽ ഓഫ് ദി വെക്ടർ ഫീൽഡ് അറൌണ്ട് ദി ബൗണ്ടറി ഓഫ് ദി ദാറ്റ് സർഫസ് എന്നാണ്. അവിടെയും ഇക്വേഷൻ നോക്കണം. ഡെൽ ക്രോസ് വരുന്ന ആ ഇക്വേഷൻ കേൾ ആണ് വരുന്നത്. അപ്പൊ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു വരുന്ന ഇന്റഗ്രൽ വരുന്ന ആ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. ഡി-ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ ഉണ്ട്, ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ഉണ്ട്, ഹാമിൽട്ടോണിയൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അത് മാച്ച് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് നമുക്ക് നോക്കാം. അപ്പൊ ഡി-ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എഫ് മൈനസ് പി ഡെൽ ആർ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഡി-ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ വരുന്നത് എങ്ങോട്ടാണ്, മൂന്നാമത്തെ കേസിലേക്കാണ് ഡി-ആലംബർട്ട്സ് വരുന്നത്. എഫ് മൈനസ് പി ഡോട്ട് ഐ ഡെൽ ആർ ഐ ഈസ് ഈക്വൽ ടു 0 വരുന്നത്. അടുത്തത് ഹാമിൽട്ടോണിയൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. അത് വരുന്നത് എങ്ങോട്ടാണ്, പി ഡോട്ട് ഡി ടി, ഇന്റഗ്രൽ പി ഡോട്ട് ഡി ടി ആണ് വരുന്നത്. ഹാമിൽട്ടോണിയൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫംഗ്ഷൻ 2 എങ്ങോട്ട് പോകും, 4ലേക്ക് പോകും. ഇനി ഹാമിൽട്ടോണിയൻ പ്രിൻസിപ്പിൾ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതെന്താണ്, അത് ഓപ്ഷൻ 1ലേക്ക് പോകും. പിന്നെ മിച്ചമുള്ളത് ഹാമിൽട്ടോണിയൻ മാത്രമേ ഉള്ളൂ. ഹാമിൽട്ടോണിയൻ വരുന്നത് എന്താണ്, പി ക്യൂ ഡോട്ട് മൈനസ് എൽ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ്, പി ക്യൂ ഡോട്ട് മൈനസ് എൽ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഹാമിൽട്ടോണിയൻ വരുന്നത് 2ലേക്കാണ് വരുന്നത്. അപ്പം ഒന്നാമത്തത് 4ാമത്തത്, ഒന്നാമത്തത് 3ലേക്ക് വരുന്നത്, എ 3ലേക്ക് വരുന്നത് 2 ഓപ്ഷനേ ഉള്ളൂ. അത് എന്താണ്, എയും സിയുമാണ് വരുന്നത്. അതുപോലെ ഡി 2ലേക്ക് വരുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ്. അപ്പം ഇത് കണ്ടോ, ഇപ്പം ഈ ഒരു സംവിധാനം തന്നെ ഒറ്റ ചോദ്യത്തിൽ 4 കാര്യങ്ങൾ ചോദിച്ചതുപോലെ 4 കാര്യങ്ങൾ 4 ചോദ്യങ്ങളിലേക്കും ചോദിക്കാൻ സാധ്യത ഉണ്ട്.
ഇനി അടുത്ത ചോദ്യം, ഇനി അടുത്തത് ഒരു അസേർഷൻ ആണ്, അസേർഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി റെഡ്യൂസസ് ടു ഇറ്റ്സ് മിനിമം വാല്യൂ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അവിടെ മിനിമം ആയിട്ട് കുറയുന്നു. when the axis of rotation passes through its center of gravity. ഓക്കെ, കണ്ടീഷൻ പറയുന്നുണ്ട്, ഒന്ന് ഒരു സാഹചര്യം പറയുന്നുണ്ട്, ആ സാഹചര്യം നടക്കുന്ന മറ്റൊരു സാഹചര്യം, അതിന് സമാന്തരമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി പറയുന്നുണ്ട്. രണ്ട് സാഹചര്യം അസേർഷൻ എയ്ക്കകത്ത് പറയുന്നുണ്ട്. ഇനി റീസൺ നോക്കിക്കേ, വെയിറ്റ് ഓഫ് ദ ബോഡി ഓൾവേസ് ആക്ട് ത്രൂ ഇറ്റ്സ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളോട് ചോദ്യം എന്താണ്, ആ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണോ എന്നാണ്. രണ്ടും പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. രണ്ടും കറക്റ്റ് ആണ്, അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് ചോദിക്കും. രണ്ടും കറക്റ്റ് ആണ്, അതിന്റെ എക്സ്പ്ലനേഷൻ അല്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് പിന്നെ മൂന്നാമത്തത്, ഒന്ന് ശരി മറ്റേത് തെറ്റ് എന്ന രീതിയിലാണ്. അപ്പം ഇവിടെ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിജിഡ് ബോഡി റെഡ്യൂസസ് ടു ഇറ്റ്സ് മിനിമം വാല്യൂ when the axis of rotation passes through its center of gravity. അപ്പം ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ കുറിച്ചിട്ട് മാത്രമാണ് പറയുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ കുറിച്ചിട്ട് മാത്രമാണ്. ദാറ്റ് മീൻസ് ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പാരലൽ ആക്സിസ് തിയറം ആണ് അവിടെ സംസാരിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ കുറിച്ചിട്ട് മാത്രമാണ്. അതായത് ഇനി അടുത്ത് നോക്കിക്കേ, ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഓൾവേസ് ആക്ട് ത്രൂ ഇറ്റ്സ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് രണ്ടും ശരിയാണ് അല്ലെ, ഇതും ശരിയാണ്, അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. പക്ഷെ രണ്ടും രണ്ട് പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടാണ്. ഒന്ന് ഗ്രാവിറ്റീനെ മാത്രം പറയുമ്പോൾ മറ്റേത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് എന്താണ്, അപ്പം അത് പരസ്പരം ശരിയാണെങ്കിലും, പരസ്പരം രണ്ടും ശരിയാണെങ്കിലും എന്താണ്, ഒന്നിന്റെ വിശദീകരണമല്ല മറ്റൊന്ന്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇതതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ഈ എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നെന്ന് പറയുന്നത് നമ്മളിവിടെ സി സിയിൽ പഠിപ്പിക്കുമ്പം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം എന്തുകൊണ്ട് വന്നില്ല എന്ന് കൂടെ അവർക്ക് നോട്ട്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം അതാണ് വന്നത്. ഇനി അടുത്തത്, എ പാർട്ടിക്കിൾ മൂവിങ് ഓൺ എ വെരി ലോങ് ഫ്രിക്ഷൻലെസ് വയർ വിച്ച് റൊട്ടേറ്റ്സ് വിത്ത് എ കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി about a horizontal axis is an example of ഏത് കൺസ്ട്രെയിന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പല പല കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്ന് ഫ്രിക്ഷൻ ലെസ് എന്ന് പറയുന്നുണ്ട്, പിന്നെ ഇവിടെ ആംഗുലർ വെലോസിറ്റി പറയുന്നുണ്ട്, പിന്നെ എന്താണ് ഹൊറിസോണ്ടൽ ആക്സിസ്. ഇതാണ് നമ്മുടെ പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രിക്ഷൻ ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നോൺ കൺസർവേറ്റീവ് എന്നുള്ള ആ സംവിധാനം വെട്ടിക്കളയാം. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നോൺ കൺസർവേറ്റീവ്, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ കൺസർവേറ്റീവ് ആണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മുടെ പരിഗണനയിൽ ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. ഇനി അടുത്തത് കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ ടൈമിനനുസരിച്ച് അവിടെ വേരിയേഷൻ സംഭവിക്കുക. ടൈമിനനുസരിച്ച് വേരിയേഷൻ സംഭവിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിയോണോമിക് കൺസ്ട്രെയിന്റിനാണ് നമ്മൾ ടൈമിനനുസരിച്ച് വേരിയേഷൻ എന്ന് പറയുന്നത്. ടൈമിനനുസരിച്ചുള്ള വേരിയേഷൻ നമ്മൾ പറയുന്നത് ആ കൺസ്ട്രെയിൻ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കൺസ്ട്രെയിൻ വരുന്നത് ഈ ഒരു കൺസ്ട്രെയിൻ ആണ്. അപ്പൊ നമുക്ക് എന്താണ്, ഡി എന്ന് പറയുന്ന ഓപ്ഷനും വെട്ടിപ്പോയി. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഇവിടെ ടൈമും വേരി ചെയ്യുന്നുണ്ട്, എന്താണ് ഒരു ആക്സിസും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പൊസിഷനെയും ടൈമിനെയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പൊസിഷനെയും ടൈമിനെയും കൂടെ ലിങ്ക് ചെയ്തിട്ട് റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഹോളോണോമിക് ആണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നോൺ ഹോളോണോമിക് ആണെങ്കിൽ അങ്ങനെ നമുക്ക് പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, റിയോണോമിക് എന്ന് പറഞ്ഞാൽ ദ വയേഴ്സ് റൊട്ടേഷൻ ഡിപ്പെൻഡ് ഓൺ ടൈം. ആ ടൈമിനനുസരിച്ചുള്ള വേരിയേഷനെയാണ് നമ്മൾ അവിടെ റിയോണോമിക് കൺസ്ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോളോണോമിക് നോക്കിക്കേ, ഹോളോണോമിക് ദ കൺസ്ട്രെയിൻസ് ക്യാൻ ബി റിട്ടൺ ആസ് അൾജിബ്രാക് ഇക്വേഷൻ ഓഫ് ദി കോർഡിനേറ്റ്സ് ആൻഡ് ടൈം. ഞാൻ പറഞ്ഞു അവിടെ ആക്സിസ് പറയുന്നുണ്ട്, ടൈം അനുസരിച്ച് വേരിയേഷൻ ഉണ്ട്. അപ്പം കോർഡിനേറ്റ്സിന്റെയും ടൈമിന്റെയും റെപ്രസെന്റേഷനിൽ നമുക്കിത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഇത് ഹോളോണോമിക് ആണ്. കൺസർവേറ്റീവ് വരുമ്പോൾ ഫ്രിക്ഷൻലെസ് പറഞ്ഞു. എ നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻ ഇസ് എ കൺസ്ട്രെയിൻ ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആൻഡ് ഇക്വേഷൻ റിലേറ്റിംഗ് എന്താണ് കോർഡിനേറ്റിന്റെയും ടൈമിന്റെയും രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിന്റ് ആണ്.
റിയോണോമിക് എന്താണ് ഡിപ്പെൻസ്, ടൈമിനെ ഡിപ്പെൻസ് കാണിക്കുന്ന ടൈം ഡിപ്പെൻഡന്റ് കൺസ്ട്രെയിൻ ആണ് റിയോണോമിക് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഡീജനറസി ഓഫ് ദ n is equal to 2 level of a 3-dimensional ഐസോട്രോപിക് ഓസിലേറ്റർ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡീജനറസി ആണ് ചോദിച്ചിരിക്കുന്നത്. ഡീജനറസി എങ്ങനെ കണ്ടുപിടിക്കും ഡീജനറസി? ഓക്കെ, നമുക്കതിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. ഡീജനറസി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് എന്ത്? ഡീജനറസി ഈസ് ഈക്വൽ ടു n+1 into n+2, n+1 into n+2, n+1 into n+2 divided by 2 ആണ് എന്ത്? ഡീജനറസി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കേസിൽ n ഈക്വൽ ടു എത്രയാ തരുന്നത്? n ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. n ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ n ഈക്വൽ ടു 2 വരുമ്പോൾ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. n ഈക്വൽ ടു 3 ഇൻറ്റു എത്ര വരും? n 2 + 1 3 പ്ലസ് 3 4 വരും. 3 × 4 12 വരും. 12/2 എന്ന് പറയുന്നത് 6 ആണ് ആൻസർ വരുന്നത്. നമുക്ക് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റില് ഡീജനറസി എന്ന് പറയുന്നത് 6 ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ദാറ്റ് മീൻസ് n ഈക്വൽ ടു 1 ഉള്ളത് 3, n ഈക്വൽ ടു 0 ഉള്ളത് എത്രയാണ്? 1 ആണ്. അതുപോലെ തന്നെ n ഈക്വൽ ടു 3 ഉള്ളത് 10 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. n ഈക്വൽ ടു 3 ഉള്ളത് 10 ആണ്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. n+1 into n+2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ കാൽക്കുലേഷൻ ചെയ്തത്. ഇനി ഇതിന്റെ നോക്കിക്കേ, 3 ഡയമെൻഷണൽ ഐസോട്രോപിക് ഓസിലേഷന്റെ എനർജി ലെവൽസിന്റെ ഇക്വേഷൻ നോക്കിക്കേ. En is equal to എനർജി ഐഗൻ വാല്യൂ is equal to n+3/2 h omega ആണ് വരുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അവിടെ എന്താണ് 0 വരും. അപ്പൊ എന്നിന്റെ വാല്യൂ 0 വരുമ്പോൾ നമുക്കത് 3/2 h ഒമേഗയാണ് വരുന്നത്. എന്റെ വാല്യൂ 1 വരുമ്പം എന്താണ് അത് 5/2 ആയിട്ട് മാറും. 5/2 h ഒമേഗ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ചോദ്യം ചോദിക്കുന്ന അവസരങ്ങളിൽ എന്നിന്റെ വാല്യൂ അനുസരിച്ച് ഏഗൻ വാല്യൂ കൂടി നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഈ 6 ആണ്. 6C ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇൻ എ കാനോണിക്കൽ എൻസെമ്പിൾ, നമ്മുടെ തെർമോയിന്നാണ്, തെർമൽ ഡൈനാമിക്സ്, തെർമൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നാണ്. ഇൻ എ കാനോണിക്കൽ എൻസെമ്പിൾ, when a system A of fixed volume comes in contact with a large reservoir B, then A can exchange only particle with B, A can exchange only energy with B, nothing can be exchanged between A and B, both particle and energy can be exchanged between A and B. ഇതാണ് ഓപ്ഷൻ. നമുക്ക് ഇവിടെ എന്താണ്? കാനോണിക്കൽ എൻസെമ്പിൾ ആണ് അല്ലെ? മൈക്രോ കാനോണിക്കൽ, കാനോണിക്കൽ, ഗ്രാൻഡ് കാനോണിക്കൽ. മൈക്രോ കാനോണിക്കലിൽ എന്താണ് സംഭവിക്കുന്നത്? എനർജീനെ എക്സ്ചേഞ്ച് ചെയ്യും, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യും? അവിടെ തന്നെ നിലനിർത്തും. അപ്പം എനർജി എ ക്യാൻ എക്സ്ചേഞ്ച് എന്താണ്? ഓൺലി എനർജി വിത്ത് ബി ആണ് ആൻസർ വരുന്നത്. ഇനി അതേസമയം എന്താണ്? നത്തിങ് ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെങ്കിൽ അത് മൈക്രോ കാനോണിക്കൽ ആണ്. മൈക്രോ കാനോണിക്കലില് എന്താണ്? എനർജിയും പോകൂല, പാർട്ടിക്കിളും പോകൂല, എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാനോണിക്കലിൽ എന്താണ്? എനർജീനെ എക്സ്ചേഞ്ച് ചെയ്യാം, നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതേസമയം ഗ്രാൻഡ് കാനോണിക്കലിലേക്ക് വന്നു കഴിയുമ്പോൾ ഓപ്ഷൻ ഡി ആണ്. അവിടെ എനർജിയും അതുപോലെ തന്നെ പാർട്ടിക്കിളും എക്സ്ചേഞ്ചബിൾ ആണ് എന്നതാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഇവിടെ ഇത് 350 അല്ല, 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. At what temperature will be the average speed of a hydrogen molecule, H2 molecule, be the same as that of the nitrogen molecule, N2 molecule ആണ്. N2 molecule ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റത്തെ കാര്യം 35 പ്ലസ് 273 308 ആണ് എന്തിൻ്റെത്? 308 ആണ് നൈട്രജൻ പോകുന്ന സ്പീഡ്. നൈട്രജൻ പോകുന്ന സ്പീഡിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 308 ആണ്.
അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതേ അവസ്ഥയിലുള്ള ഹൈഡ്രജന്റെ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ RMS വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ കാണിക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? H2 ആണ് അല്ലെ. H2 വരുമ്പം എത്രയാണ്? 2 ആണ്. 2/28 into 308 ആണ്. 2/28 into 308 ആണ്. 2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. H2 മോളിക്കുലർ അതിന്റെ മാസ് ആണ്, മോളിക്കുലർ മാസ് ആണ്. നൈട്രജൻ 28 ആണ്. മോളിക്കുലർ മാസും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനത് കറക്റ്റ് ആയിട്ട് കാണിക്കാം. അത് ഓക്കെ, ആ രീതിയിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്രയാണ്? 1/14 വരും. 1/14 വരുമ്പോൾ 308ന്റെ 1/14 എന്ന് പറയുമ്പോൾ 22 കെൽവിൻ ആണ് നമുക്ക് ആൻസർ വരുന്നത്. 22 കെൽവിൻ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. 8RT ഡിവൈഡഡ് ബൈ πm എന്ന് പറയുന്നത് ഇത് എന്താണ്? നമ്മുടെ V ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ്. ഇത് നമ്മളിവിടെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പം എന്താണ്? √T/√m കിടക്കുന്നത്. √T/√m കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റൂട്ടും എന്താണ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മളത് ഒഴിവാക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മളത് ആ ഒരു ആൻസറിലേക്ക് എത്തിയത്. 22 കെൽവിൻ എന്ന് പറഞ്ഞ ആൻസറിലേക്ക് എത്തിയത്. ഇനി അടുത്ത ചോദ്യം, which of the following gives the motion of an incompressible fluid in phase spaceലുള്ള incompressible fluidന്റെ മോഷനെ കുറിച്ചിട്ട് ഐഡിയ തരുന്നത് ഏത് തിയറം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി എന്താണ്? നമ്മുടെ ഓപ്ഷൻ എ ആണ്. ലിയോവലി തിയറം ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഇൻ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ലിയോവലി തിയറം ഡിസ്ക്രൈബ് ഹൗ എ കളക്ഷൻ ഓഫ് സിസ്റ്റം മൂവ്സ് ത്രൂ phase space. This theorem states that density of these points in the neighborhood of any given point remain constant as that the point moves through the phase space. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഫിസിക്സിൽ അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി ടെമ്പറേച്ചർ of two stars A and B whose emission are maximum at the wavelength 350 അല്ലെ, 3500 ആംസ്ട്രോങ് ആൻഡ് 4900 ആംസ്ട്രോങ് റെസ്പെക്റ്റീവ്ലി. സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ എന്താണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ചെയ്തിട്ടുണ്ട്. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ഇത്രയാണ്, λ1/T ആണ്. ലാംഡയും ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. സോ ദാറ്റ് നമുക്ക് എന്താണ് λ1 ഡിവൈഡഡ് ബൈ λ2 എന്ന് പറയുന്നത് T2 ഡിവൈഡഡ് ബൈ T1 ആണ്. T2 ഡിവൈഡഡ് ബൈ T1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ് അല്ലെ. 35 5/7 ആണ്. അപ്പൊ ടെമ്പറേച്ചർ തമ്മിലുള്ളത് വരുമ്പം എന്താണ്? T1 to T2 വരുന്നത് എത്രയാണ്? 7/5 ആണ്. T1 to T2 വരുന്നത് 7:5 വരും. 7:5 വരും. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് നോക്കുമ്പോൾ കുറെ ചോദ്യങ്ങളൊക്കെ നമുക്ക് അറിയാം, പക്ഷെ എന്താണ് എവിടേക്കോ നിൽക്കുന്ന സ്റ്റക്കാണ് നമ്മുടെ പ്രശ്നം നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഒറ്റ ചോദ്യം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിപ്പം 60 ഡേയ്സിന്റെ ഒരു പുതിയ ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട് സെറ്റിന് വേണ്ടി. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. ഇനി ഈ ഒരു ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് വിൽ അപ്ലൈ ടു ഡ്യൂട്രോൺസ്? ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഡ്യൂട്രോൺസിന് അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ നമുക്കിവിടെ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അല്ലേ. മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ ക്ലാസിക്കൽ പാർട്ടിക്കിൾസിനാണ് അപ്ലൈ ചെയ്യുന്നത്. ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അത് നമ്മൾ ബോസോൺസിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഫെർമി ഡിറാക് ഉണ്ട്, അത് നമ്മൾ ഫെർമിയോൺസിനാണ്. പിന്നെ നമ്മൾ എന്താണ് നമ്മൾ കേൾക്കാത്ത ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അല്ലെ. അപ്പം ഈ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് അതെന്താണ്? ഡ്യൂട്രോൺ പോലെയുള്ള, ഡ്യൂട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്തൊരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്, അതുകൊണ്ടാണ് ഡ്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് സ്പിൻ ഉള്ള രണ്ട് സാധനം അതിനകത്തുള്ളത് കൊണ്ട് അതിന് ഇന്റഗ്രൽ സ്പിൻ ആണ് ഡ്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്യൂട്രോൺ എന്താണ്? ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആപ്ലിക്കബിൾ ആയിട്ട് ഉള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്
അപ്പൊ നമുക്ക് എല്ലാവർക്കും കുറേ കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. അത് പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഏതൊരു യോഗ്യതാ പരീക്ഷയുടെയും മത്സര പരീക്ഷയുടെയും വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കുക. അപ്പൊ അങ്ങനെ നിങ്ങളെ എത്തിക്കുന്നതിനായിട്ട് നമ്മളൊരു പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. 60 ഡേ ക്രാഷ് കോഴ്സ് ആണ്, ഉടൻ തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പം എന്താണ്, ഈ ബാച്ചിലേക്ക് ഫിസിക്സിന് മാത്രമല്ല എല്ലാ കോഴ്സിനും ഉണ്ട്, നമ്മൾ സെറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സിനും ഉണ്ട്. ജനറൽ പേപ്പറിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ഫിസിക്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് ജനറൽ പേപ്പർ അത് കിട്ടുന്നതാണ്. ഇനി ജനറൽ പേപ്പർ വേണ്ട എങ്കിൽ ഫിസിക്സ് മാത്രം നമുക്ക് ചെയ്യാം. അപ്പൊ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അതനുസരിച്ച് അതിൻ്റെ അകത്തുള്ള ഫീസില്ലാത്ത വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഇവിടെ 9746455514 എന്ന് പറയുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ട കോഴ്സിനെ കുറിച്ചിട്ടുള്ള മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞു തരും. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് കാണാം. താങ്ക്